അങ്ങനെ കെട്ടി നിറച്ച് ഞങ്ങൾ ആദ്യം പോകുന്നത് ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിലേക്കാണ് കേട്ടോ. രാത്രി 12 മണിയോട് കൂടിയിട്ട് ഗുരുവായൂരെത്തിയ 1:30 മണിയോട് കൂടി തന്നെ നമ്മുടെ ദർശനത്തിലേക്ക് ക്യൂവിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചു. 3:30 സമയത്താണ് ഇവിടെ നട തുറക്കുന്ന സമയത്ത് തന്നെ ഗുരുവായൂരപ്പനെ കണ്ണിറായി കണ്ടിട്ട് തിരിച്ചു പോകാനെന്ന് വലിയൊരു ആഗ്രഹമായിരുന്നു കേട്ടോ. പലപ്പോഴും ഇവിടെ വരുന്ന സമയത്ത് പല ആളുകളും വീഡിയോ ചെയ്യുമ്പോൾ പല കമൻറ്റുകളൊക്കെ വായിക്കാറുണ്ട്. അതിൽ സത്യമായിട്ട് എനിക്കും തോന്നിയിട്ടൊരു കാര്യം കേട്ടോ, ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിലേക്ക് ഒരു പക്ഷേ നമ്മൾ വരാം, നമുക്ക് ഒരുപാട് ഫോട്ടോസും വീഡിയോസൊക്കെ നമ്മൾ എടുത്ത് പോകാറുണ്ട്. പക്ഷേ അവിടെ കയറി തൊഴണം എന്ന് വിചാരിക്കണമെങ്കിൽ അദ്ദേഹം തന്നെ വിചാരിക്കണം. പലപ്പോഴും ഞാൻ തന്നെ ഇവിടെ വന്നിട്ട് പുറത്ത് ഒരുപാട് ആൾ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുക്കാറുണ്ട്. പക്ഷേ ഉള്ളിലേക്ക് പ്രവേശിക്കണം, തൊഴണം എന്നൊക്കെ പ്രതീക്ഷിക്കും, പക്ഷേ നടക്കാറില്ല. ഇപ്രാവശ്യം എന്താണെങ്കിലും നേരെ വന്നു, ഗുരുവായൂരപ്പനെ കണ്ണിറയെ കണ്ടിട്ടാണ് തിരിച്ചു വരുന്നത് കേട്ടോ. ഒപ്പം തന്നെ നമ്മുടെ സായന്മാർക്ക് വിശ്രമിക്കാനുള്ള സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒന്ന് ഉറങ്ങാന്നൊക്കെ പ്ലാൻ ഇട്ടിരുന്നു, പക്ഷേ ഞങ്ങളതൊക്കെ മറിച്ച് നേരെ തിരിച്ച് ചിന്തിച്ചു ഗുരുവായൂരപ്പനെ കാണാമെന്നുള്ളതുകൊണ്ടാണ് രാത്രി സമയത്ത് തന്നെ ഇവിടെ വന്നതും കാര്യങ്ങളൊക്കെ കേട്ടോ. എന്താണെങ്കിലും പുറത്തുനിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും ഉൾപ്പെടുത്തി. ഒപ്പം തന്നെ അവിടെ നമ്മുടെ കുട്ടികളെ അരങ്ങേറ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് സമയം ആ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ട് കുറച്ച് സമയം നിന്നു കേട്ടോ. എന്താണെങ്കിലും ഒരു ഗുരുവായൂരപ്പൻ്റെ സന്നിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് എന്താണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സ്ഥലം തന്നെയാണ്. ഒപ്പം തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമല്ലത് അവിടെ ശേഷം കർപ്പൂരം കത്തിച്ച് ആരതി ഒഴിഞ്ഞ് ഞങ്ങൾ മുൻപോട്ട് പോവുകയാണ്. ഇനി നമ്മുടെ നാട്ടിക, അതുപോലെ തന്നെ തൃപ്രയാർ, പിന്നെ കൊടുങ്ങല്ലൂർ അങ്ങനെ മുൻപോട്ട് പോകും കേട്ടോ. ശേഷം ബാക്കി കാഴ്ചകൾ നമുക്ക് കാണാം.